പലരും പറയാറുണ്ട്, എൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന എന്തെല്ലാമോ എൻ്റെ ചുറ്റുമുണ്ട് എന്ന്. സത്യത്തിൽ നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന അദൃശ്യ ചങ്ങലകൾ ഏതൊക്കെയാണ്? അങ്ങനെയൊന്നും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെന്താണ് പരിഹാരം? അതിൻ്റെ പരിഹാരം യജുർവേദത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് എത്ര ശ്രമിച്ചാലും ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കാത്തത്? 2 സുഹൃത്തുക്കൾ ഒരേ സ്കൂളിൽ പഠിച്ചു, ഒരേ മാർക്ക് കിട്ടി, ഒരേ കമ്പനിയിൽ ജോലി തുടങ്ങി. പക്ഷേ 10 വർഷം കഴിഞ്ഞപ്പോൾ ഒരാൾ CEO ആയി, മറ്റേയാൾ അതേ പഴയ പൊസിഷനിൽ തന്നെ തുടരുന്നു. വ്യത്യാസം എന്തായിരുന്നു? ടാലൻറ്റ്, ലക്ക്, കണക്ഷൻസ്? അല്ല, വ്യത്യാസം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: വളർച്ചയുടെ മനോഭാവം, ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നമ്മൾ 90% ആളുകളും ജീവിതത്തിൽ സ്റ്റക്കായി ഫീൽ ചെയ്യുന്നത് അവിടെയാണ്. സെയിം ജോബ്, സെയിം സാലറി, സെയിം പ്രോബ്ലംസ്, സെയിം കംപ്ലൈൻറ്റ്സ്, ഇയർ ആഫ്റ്റർ ഇയർ, അഗെയിൻ സെയിം ജോബ്, സെയിം സാലറി, സെയിം പ്രോബ്ലംസ്, സെയിം കംപ്ലൈൻറ്റ്സ്. എന്തുകൊണ്ടാ? കാരണം നമ്മൾ നമ്മുടെ തന്നെ മെൻ്റൽ പ്രിസണിലാണ് കഴിയുന്നത്. സ്വയം സൃഷ്ടിച്ച അദൃശ്യ ചങ്ങലകൾ കൊണ്ട് നമ്മൾ ബന്ധിതരായിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യജുർവേദത്തിൽ ഋഷിമാര് ഒരു പവർഫുൾ ഫോർമുല കണ്ടെത്തി. യഥോസ്യേധിഷീമഹി എന്നാണ് മന്ത്രം. യഥോസ്യേധിഷീമഹി യജുർവേദത്തിലെ 20ാമത്തെ അധ്യായത്തിൽ 23ാമതായിട്ടുള്ള മന്ത്രമാണ്. എന്താണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം? ഭഗവാനെ, അങ്ങ് വളർത്തുന്നവനാണ്, ഞങ്ങൾ നിരന്തരം വളരട്ടെ. ഇത് കേവലമായ ഒരു പ്രെയർ അല്ല, പ്രാർത്ഥനയല്ല. പലരും അങ്ങനെ കരുതും. ഒരു സൈക്കോളജിക്കൽ റീപ്രോഗ്രാമിംഗ് ആണ്. ഈ മന്ത്രം. മോഡേൺ ന്യൂറോ സയൻസ് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊരു കഴിവുണ്ടെന്നാണ്. അതായത് എത്ര ഏജ് ആയാലും, എത്ര പ്രായമായാലും നമുക്ക് പുതിയ ന്യൂറൽ പാത്വേസ് സൃഷ്ടിക്കാൻ സാധിക്കും, ഉണ്ടാക്കാം. പുതിയ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാം. പക്ഷേ നമ്മൾ പകരം എന്താ ചെയ്യുന്നത്? നമ്മൾ എനിക്ക് ഇത്രയേ അറിയൂ, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് പറ്റില്ല, എൻ്റെ പ്രായം കഴിഞ്ഞു പോയി, എൻ്റെ ഏജ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഡെയിലി മന്ത്രം. ഇതൊക്കെയാണ് നമ്മുടെ വളർച്ച തടസ്സപ്പെടുത്തുന്ന 5 അദൃശ്യ ചങ്ങലകൾ എന്തൊക്കെയാണെന്ന് ഈ സാഹചര്യത്തിൽ നമുക്കൊന്ന് പഠിക്കാം. നല്ലതായിരിക്കും. നമുക്ക് നമ്മളിലേക്ക് തന്നെ നോക്കാൻ ഇത് സഹായിച്ചേക്കും. പ്രധാനമായത് കംഫർട്ട് സോണാണ്. ഞാൻ കംഫർട്ട് സോണിനെ കുറിച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതൊരു സുഖകരമായ ജയിലാണ്. ഏത് ജയിലും പിന്നീട് സുഖമാവുമെന്നാണ് പറയുക. നെറ്റ്ഫ്ലിക്സ്, സോഷ്യൽ മീഡിയ, സെയിം റൂട്ടീൻ. നമ്മൾ സ്വയം ഡിസൈൻ ചെയ്ത ഗോൾഡൻ കേജ്, കാഞ്ചനക്കൂട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. റിസ്ക് എടുക്കാൻ പേടി, പുതിയത് ട്രൈ ചെയ്യാനും പേടി, മടി. പിന്നെ എങ്ങനെയാണ് നമ്മൾ വളരുന്നത്? 2ാമത്തെ പ്രോബ്ലം, ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന മാരകമായ വിഷം കഴിക്കുന്നു എന്നുള്ളതാണ്. ചിലർ പറയുന്നത് കേൾക്കാം, എനിക്ക് മാത്സ് വഴങ്ങില്ല, എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റില്ല, എനിക്ക് ബിസിനസ് സെൻസ് ഇല്ല. എന്നാൽ ഈ വാസ്തവം എന്താണെന്നറിയാമോ? എന്തെങ്കിലും എഫർട്ട് എടുക്കാനുള്ള മടിയാണ്. ആ മടി കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അമേരിക്കൻ സൈക്കോളജിസ്റ്റായ കാരോൾ ഡ്വെക്ക് അദ്ദേഹത്തിൻ്റെ റിസർച്ച് പ്രകാരം പറയുന്നത് ടാലൻറ്റിനേക്കാൾ പ്രധാന എഫർട്ടാണ്. ടാലൻ്റ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, എഫർട്ട് വേണം. 3ാമത്തേത് കമ്പാരിസൺ എന്ന സ്ലോ പോയിസണാണ്. ഇത് സ്ലോ പോയിസണാണ്. കമ്പാരിസൺ ഒരു സ്ലോ പോയിസണാണ്. ഇൻസ്റ്റാഗ്രാമിൽ മറ്റുള്ളവരുടെ ഹൈലൈറ്റ് റീൽ നോക്കി നമ്മുടെ ബിഹൈൻഡ് ദ സീൻസ് കമ്പയർ ചെയ്യാം. മറ്റുള്ളവരുടെ ചാപ്റ്റർ 20 നോക്കിയിട്ട് നമ്മുടെ ചാപ്റ്റർ 1 ജഡ്ജ് ചെയ്താൽ എന്തായിരിക്കും ഫലം? ഇത് നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു കാര്യമാണ്. 4ാമത്തെ കാര്യം, ഫിയർ ഓഫ് ഫെയിലിയർ എന്ന പക്ഷാഘാതമാണ്. പാരാലിസിസ്, ഫിയർ ഓഫ് ഫെയിലിയർ ഒരു പക്ഷാഘാതമാണ്. ഒരു ഭാഗം നമ്മളത് തളർന്നു പോയതുപോലെയാണ്. പരാജയപ്പെട്ടാലോ എന്ന് ചിന്തിച്ച് ഒന്ന് ട്രൈ പോലും ചെയ്യാതിരിക്കുന്ന എത്രയോ പേരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഫെയിലിയറാണ് ബെസ്റ്റ് ടീച്ചർ എന്ന് പലരും മനസ്സിലാക്കുന്നില്ല. എത്രയോ തെറ്റുകൾ സംഭവിക്കാം. 5ാമത്തേത് വിക്ടിം മെൻറ്റാലിറ്റിയാണ്. എൻ്റെ പാരൻസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല, എൻ്റെ ബോസ് എനിക്ക് വേണ്ട പോലെയുള്ള എക്സ്പോഷർ തരുന്നില്ല, സൊസൈറ്റി എന്നെ വേണ്ട പോലെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ എക്സ്ക്യൂസസ് പറഞ്ഞ് ജീവിതം ഹോമിക്കുന്നവർ. ഇവിടെയാണ് നമുക്ക് വേദിക് ഗ്രോത്ത് ഫോർമുലയായ
യഥോസ്യേധിഷീമഹി എന്ന മന്ത്രത്തെ മനസ്സിലാക്കേണ്ടത്. ഈ മന്ത്രം നമ്മളെ പഠിപ്പിക്കുന്ന 3 പ്രിൻസിപ്പൽസ് ഉണ്ട്. പ്രിൻസിപ്പൽ നമ്പർ 1, കണ്ടിന്യൂസ് ഗ്രോത്ത് അഥവാ നിരന്തര വളർച്ച. ഇന്നലത്തെ നിങ്ങൾ തന്നെയാണെങ്കിൽ നിങ്ങൾ മരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. എവറി ഡേ ലേൺ സംതിങ് ന്യൂ. ഒരു പുതിയ വാക്ക് പഠിക്കൂ, അല്ലെങ്കിൽ ഒരു പുതിയ സ്കില്ല് പഠിക്കൂ, അല്ലെങ്കിൽ ഒരു പുതിയ ഐഡിയ പഠിക്കൂ. പ്രിൻസിപ്പൽ 2, ഡിവൈൻ സപ്പോർട്ട് അല്ലെങ്കിൽ ദൈവികമായ പിന്തുണ. യഥോസി എന്ന് പറഞ്ഞാൽ ഭഗവാനെ അങ്ങ് വളർത്തുന്നവനാണെന്നാണ്. യൂണിവേഴ്സ് നിങ്ങളുടെ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ നിങ്ങൾ ആദ്യ സ്റ്റെപ്പ് എടുക്കണം. നിങ്ങൾ കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരാൻ തുടങ്ങുമ്പോൾ അവസരങ്ങൾ താനേ തേടി വരും. പ്രിൻസിപ്പൽ 3, കലക്റ്റീവ് ഇവല്യൂഷൻ എന്ന് പറയാം, സാമൂഹികമായ പരിണാമം. യഥിഷീമഹി എന്നാൽ ഞങ്ങൾ വളരട്ടെ എന്നാണ്. ഇത് പ്ലൂറൽ അഥവാ ബഹുവചനത്തിലുള്ളൊരു പ്രയോഗമാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് വളരുന്നില്ല, ടുഗദർ വി ഗ്രോ. ഗ്രോത്ത് മൈൻഡ് സെറ്റ് പീപ്പിളിനെ നമ്മൾ കൂട്ടുപിടിച്ചാലേ നമുക്ക് വളരാൻ പറ്റൂ. ടുഗദർ വി ഗ്രോ. നമ്മളെ കൂടെയുള്ളവർക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് അല്ലെങ്കിലോ നമ്മൾ പിന്നാക്കം പോകും. നമ്മുടെ സർക്കിൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. ഇതിനെല്ലാം കൃത്യമായ ആക്ഷൻ എടുക്കണം. അതാണ് പ്രധാനം. ഇന്ന് തന്നെ ചെയ്യേണ്ട 5 കാര്യങ്ങളെക്കുറിച്ച് കൂടി ഞാൻ പറയാം. ഇന്ന് നമ്മൾ നമ്മുടെ കണ്ണാടിയിൽ നോക്കിയിട്ട് യഥോസ്യേധിഷീമഹി, ഞാൻ ഇന്ന് ഗ്രോ ചെയ്യുമെന്ന് പറയാം. യഥോസ്യേധിഷീമഹി എന്ന് ഞാൻ ഇന്ന് ഗ്രോ ചെയ്യുമെന്ന് പറയാം. ഞാൻ ഇന്നലത്തേക്കാൾ ബെറ്റർ ആകുമെന്ന് പറഞ്ഞു നോക്കുക. രണ്ടാമത്തതോ 1 ന്യൂ തിങ് റൂൾ നടപ്പിലാക്കുക. എവറി ഡേ ഒരു പുതിയ കാര്യം പഠിക്കൂ. യൂട്യൂബ് വീഡിയോ കണ്ട് പഠിക്കാം, പോഡ്കാസ്റ്റ് കേട്ട് പഠിക്കാം, കണ്ടുപഠിക്കാം, ആർട്ടിക്കിളുകൾ, ലേഖനങ്ങൾ വായിച്ചു പഠിക്കാം. 15 മിനിറ്റ് ഒരു ദിവസം ചിലവാക്കാം. മൂന്നാമത്തത് കംഫർട്ട് സോൺ ചാലഞ്ചാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളെ സ്കെയർ ചെയ്യിക്കുന്ന എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുക. മേ ബി എ പബ്ലിക് സ്പീക്കിംഗ്. ആദ്യമായിട്ടൊന്ന് അഭിസംബോധന ചെയ്ത് 4 ആളോട് സംസാരിക്കുക. ന്യൂ സ്പോർട്ട്, ഏതെങ്കിലും ഒരു പുതിയ കായിക പരിപാടിയിൽ ഇടപെടുക, അതിൽ പോയി പങ്കെടുക്കുക. ഡിഫിക്കൽട്ട് കൺവെർസേഷൻ, ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഒരു സംഭാഷണത്തിൽ ഇടപെടുക. എനിത്തിങ്, വാട്ട് എവർ മേ. 4ാമത്തെ ഗ്രോത്ത് ജേണലാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. ഇന്ന് ഞാൻ എന്ത് പുതിയത് പഠിച്ചു? എവിടെയാണ് ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ടത്? നാളെ ഞാൻ എങ്ങനെ ബെറ്റർ ആകും? ഇത് ചോദിക്കുക. എവിടെയാണ് ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ടത്? നാളെ ഞാൻ എങ്ങനെ ബെറ്റർ ആകും? 5ാമത്തത് ഫൈൻഡ് യുവർ ട്രൈബ്. ഗ്രോത്ത് ഫോക്കസ്ഡ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം, ബുക്ക് ക്ലബ്ബ് തുടങ്ങാം, സ്കിൽ ഷെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ചില ഗ്രൂപ്പ് ഉണ്ടാക്കാം. അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ്, ബിൽഡ് യുവർ ഗ്രോത്ത് ഇക്കോസിസ്റ്റം. നിങ്ങളുടെ പൊട്ടൻഷ്യലിന് പരിധിയില്ല, ലിമിറ്റില്ല എന്ന് നിങ്ങൾ ആദ്യം ഓർക്കുക. നിങ്ങളുടെ മനസ്സിൽ മാത്രമാണ് പരിമിതികളുള്ളത്, ലിമിറ്റ്സ് ഉള്ളത്. നിങ്ങളുടെ വളർച്ചയുടെ അദൃശ്യ ചങ്ങലകൾ പൊട്ടിക്കാനുള്ള സമയമാണ് എൻ്റെ ഇന്നത്തെ ശുഭദിനം കേൾക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. ടുഡേ നൗ, ദിസ് മൊമെൻറ്റ്. കാരണം നിങ്ങൾ വളരുന്നത് നിർത്തുകയാണെങ്കിൽ നിങ്ങൾ മരിക്കാൻ തുടങ്ങുകയാണെന്നാണ് അർത്ഥം. ഓർക്കേണ്ട കാര്യം യജുർവേദത്തിലെ മന്ത്രമാണ് യഥോസ്യേധിഷീമഹി. മറക്കാതിരിക്കുക. ഒരു സൂത്രവാക്യം പോലെ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കുക. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം.